നമസ്കാരം. പ്രിയപ്പെട്ട MT ഇന്ന് ഓർമ്മയായി. ഇന്ത്യയിൽ നോട്ട് നിരോധനം വന്ന സമയത്ത് അതിനെതിരെ പ്രതികരിച്ച കേരളത്തിലെ ആദ്യം പ്രതികരിച്ച പ്രമുഖ വ്യക്തികളിൽ ഒരാളായിരുന്നു MT. അന്ന് MT പറഞ്ഞത് ഇതൊരു തെറ്റായ തീരുമാനമാണ്, ഇത് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കും എന്നായിരുന്നു. പിന്നീട് കാലം ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തെളിയിച്ചു, ആ പ്രസ്താവന ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു. അന്ന് ആ പ്രസ്താവനക്കെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളും എതിർപ്പുകളും MTക്കെതിരെ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, മിഠായി തെരുവ് ഓർമ്മകളുടെ കോഴിക്കോടൻ ആൽബം. VR സുധീഷ് മാഷിൻ്റെ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ വാങ്ങാൻ കാരണം നമ്മളൊരു കഥയിലും നോവലിലൊന്നും കേൾക്കാത്ത കുറേ കോഴിക്കോടൻ കഥകളൊക്കെ നമുക്ക് ഇഷ്ടമാണ് കേട്ടിരിക്കാനും. നല്ല രസമായിട്ടുള്ള കുറേ കഥകൾ കോഴിക്കോട് ആസ്പദമായിട്ട് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കഥകൾ വായിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിയത്. ആ പ്രതീക്ഷ തെറ്റിക്കാതെ ഒരുപാട് നല്ല കഥകൾ ഈ പുസ്തകത്തിലുണ്ട്, VR സുധീഷ് മാഷിൻ്റെ ഈ പുസ്തകത്തിൽ. അതിൽ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട്. അത് അന്ന് ഞാൻ വായിച്ചൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. അതിന്ന് ഇവിടെ ഒന്ന് വായിക്കാം എന്ന് എന്ന് വിചാരിക്കുന്നു. അതൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറയാൻ MTക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ച ആൾ MT നടത്തിയ ബിസിനസ്സുകളെക്കുറിച്ച് അറിയാതെ പോയി. നല്ല താല്പര്യമുണ്ടെങ്കിലും പരാജയപ്പെട്ട കലാകാരനായ വ്യാപാരിയാണ് MT. ഒരു പുസ്തക പ്രസിദ്ധീകരണശാല 80കളിൽ തുടങ്ങി. തത്വമസിയും അനുരാഗത്തിൻ്റെ ദിനങ്ങളും പുറത്തിറക്കിയ ക്ലാസിക് ബുക്ക് ട്രസ്റ്റ്. അധികകാലം അതും നിലനിന്നില്ല. കിഴക്കേ നടക്കാവിൽ തെക്കേപ്പാട്ട് മെഡിക്കൽസ് എന്ന പേരിൽ ഇംഗ്ലീഷ് മരുന്നുശാല തുടങ്ങി. വൈകാതെ അതും പൂട്ടി. വരച്ച വരയിൽ സ്വന്തം കാശിന് ക്യൂ നിന്ന് തളരുന്ന ഒരു ജനതയെ കാണുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറയാൻ പ്രജാപതിയായ എഴുത്തുകാരനല്ലേ ധാർമ്മികത? എന്നിട്ട് ഒരു സന്ദർഭം പറയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ഇതിൽ പറയാണ്. 80കളുടെ ആരംഭത്തിലാണ് MTയുടെ വലിയ ആരാധകനായ ഒരു യുവാവ് മലപ്പുറത്തു നിന്നും കോഴിക്കോട്ടേക്ക് വണ്ടി കയറി. ഉദ്ദേശ്യം MTയെ ഒന്ന് ദൂരെ നിന്ന് കാണുക എന്നത് മാത്രമാണ്. നടക്കാവിലെ കൊട്ടാരം റോഡിൽ അയാൾ ചുറ്റിത്തിരിഞ്ഞു. നല്ല പരിഭ്രമമുണ്ട്. ഒരുവിധം ധൈര്യം സംഭരിച്ച് വീട്ടിലേക്ക് ചെന്നു. ആള് പുറത്തുപോയെന്ന് വിവരം കിട്ടി. യുവാവ് നിരാശനായി. വൈകുന്നേരം വരെ അയാൾ വീടിന് പുറത്ത് കാത്തു നിന്നു. സന്ധ്യയാകാറായി. MT വന്നില്ല. തിരിച്ച് മലപ്പുറത്തേക്ക് ഇനി ബസ് പിടിച്ചു പോകണം. യുവാവ് സങ്കടത്തോടെ മടങ്ങി. നല്ല തലവേദന. കിഴക്കേ നടക്കാവ് റോഡിലെത്തിയപ്പോൾ തെക്കേപ്പാട്ട് മെഡിക്കൽസ് കണ്ടു. തെക്കേപ്പാട്ട് മെഡിക്കൽസ് എന്ന് പറഞ്ഞാൽ മാടത്ത് തെക്കേപ്പാട് എന്നാണ്. തെക്കേപ്പാട്ടാണ് MTയുടെ ചുരുക്കപ്പേരിൻ്റെ ഫുൾ, അതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുപേരിലാണ് മെഡിക്കൽ ഷോപ്പ് അറിയപ്പെടുന്നത്, തെക്കേപ്പാട്ട് മെഡിക്കൽസ്. അപ്പോൾ യുവാവ് മെഡിക്കൽ ഷോപ്പിൽ കയറി. പാരസിറ്റമോൾ ചോദിച്ചു. മൂലയിൽ കസേരയിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾ പാരസിറ്റമോൾ എടുത്തു കൊടുത്തു. യുവാവ് മരവിച്ചു നിന്നുപോയി. അത് MT ആയിരുന്നു. അപ്പോൾ എഴുത്തുകാരനായ പണ്ഡിതനായ ഒരു കച്ചവടക്കാരനെ കുറിച്ച് VR സുധീഷ് മാഷിൻ്റെ ഓർമ്മ പുസ്തകത്തിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് പറയാൻ യോഗ്യത ഉണ്ട് എന്നാണ് സുധീഷ് മാഷിൻ്റെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇത് വായിച്ചൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഇന്ന് പങ്കുവെക്കാൻ ഒരു ആഗ്രഹം, അങ്ങനെയാണ് ഇത് വായിക്കാനിടയായത്. നന്ദി.